ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഈ വീഡിയോ രേണുവിനെ അങ്ങ് അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും എന്നെ കണക്കുള്ള ആൾക്കാർ വീഡിയോസ് ഇടുമ്പം റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പം അതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾ രേണുവിനെ വെച്ച് പൈസ ഉണ്ടാക്കുവാണ്, നിങ്ങൾക്ക് വേറെ കണ്ടന്റ് എടുത്തുകൂടെ, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, രേണു വളരെ നല്ല ഒരു സ്ത്രീയാണ്, വളരെ നല്ലൊരു കുട്ടിയാണ്, രേണു സ്ത്രീ എന്നല്ല കുട്ടിയാണ്, വളരെ ചെറിയ ചെറിയ ഉടുപ്പുകളൊക്കെ ഇടുമ്പോഴത്തേന് രേണുവിൻ്റെ സ്വന്തത്തിൽ രേണു വിചാരിക്കുന്ന രേണു കുട്ടിയാണ്, 10-16 വയസ്സുള്ള ഒരു കുട്ടിയാണ് രേണു. അപ്പോൾ കാണുന്നവർ, അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത് രേണു ഒരു കുട്ടിയാണെന്ന്. അപ്പൊ രേണു എന്ന് പറയുന്ന കുട്ടി വളരെ നല്ലൊരു കുട്ടിയാണ്. അപ്പൊ രേണു എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തോ വേണം, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ അവരുടെ ഇന്റർഫെയർ ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റൊക്കെ ഇടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ്. രേണു ഒരു കുട്ടിയല്ല. രേണുവിന്റെ വായിൽ നിന്ന് വീഴുന്നത് നല്ല വർത്തമാനമാണ്. പക്ഷെ അത് അവര് ജനിച്ച് വളർന്നു വന്ന ഒരു സ്റ്റൈലും ഉണ്ടായിരിക്കും. ഓരോ മനുഷ്യരും സംസാരിക്കുന്നത് അവർ വളർന്നു വന്ന ആ ഒരു സ്ഥിതിയും പിന്നെ അവരുടെ വീട്ടിലെ ഒരു സ്ഥിതിയും പരിസ്ഥിതിയും ഒക്കെ അനുസരിച്ചിട്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അതായത് ഒരുപാട് പേരെ നോട്ടീസ് ചെയ്ത് അറിയാം, സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല പച്ച തേറി വിളിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇപ്പൊ നോർമൽ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ച തേറി വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അത് അവർ വീട്ടില് അവരുടെ ഒരു വീട്ടിലെ അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ രേണു സംസാരിക്കുമ്പോൾ സംസാരത്തിന്റെ ഇടയിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് കേൾക്കണ്ടേ? നല്ല നല്ല പാവം പിടിച്ച കുട്ടിയായിട്ടുള്ള രേണുവിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം. അതും അതിരാവിലെയാണ്. എന്റെ നല്ല പ്രേക്ഷകരോട് ക്ഷമിക്കും, എനിക്ക് അത്ര കടിപ്പ് വന്നിട്ടാണ് മൈൻഡ് ശരിയല്ല. ഓ ആയിക്കോട്ടെ, അവനെടുത്തിരുത്തിട്ട് അവനെടുക്കല്ലേ, അവന് നാണം. എന്റെ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കും എന്റെ വർത്തമാനം കേട്ടിട്ടാണ്. പിന്നെ പറയുന്നത് ഡ്രൈവറെ എടുക്കല്ലേ എന്നാ. ഡ്രൈവർക്ക് നാണമാണ് അത്രേ, ആർക്കറിയാൻ എന്തുവാന്നുള്ളത്. കേക്ക്. അങ്ങനെ പറഞ്ഞ എനിക്ക് രാവിലെ ഞാൻ പറയുന്നത് എന്നുള്ള ഒറ്റ കിട്ടിയില്ലേ, നിങ്ങൾക്കും കിട്ടിയില്ലേ? അപ്പൊ രാവിലെ എണീറ്റ് വരുമ്പോഴേ രേണുവിന്റെ സംസാര ഭാഷ ഇതൊക്കെയാണ്. രേണു എന്ന് പറയുന്നത് നല്ല കുട്ടിയാണ്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അവർ പുറകെ കൊണ്ട് നടക്കുന്ന കുറച്ച് വ്ളോഗർമാരുണ്ട്, അവരോട് സംസാരിക്കുന്നതാണ് ഇപ്പൊ കേട്ടത്. സബിനകത്ത് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ആൾക്കാരോട് എങ്ങനെ മറുപടി കൊടുക്കും? ഇംഗ്ലീഷ് മറുപടി കൊടുക്കും. ഇംഗ്ലീഷ് മറുപടി പറഞ്ഞ എന്നാ കുഴപ്പം? ഞാൻ ഇംഗ്ലീഷിലേ സംസാരിക്കാറുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ. ഇംഗ്ലീഷിൽ സംസാരിക്കുമോ മലയാളത്തിൽ സംസാരിക്കുമോ ഓരോരുത്തരുടെ വിദ്യാഭ്യാസവും വിവരം അനുസരിച്ച് ഓരോരുത്തർ സംസാരിക്കും. അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല, അല്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. സൗന്ദര്യം ഇല്ലാത്ത ഒരാൾക്ക് ഗ്ലാമർ വരില്ല. നമ്മുടെ മനസ്സിലാണ് സൗന്ദര്യം. എന്റെ മനസ്സ് വായിച്ചറിയാത്തവരവിടെ ഇരിക്കും, ചോദിച്ചോണ്ടിരിക്കും. രേണു പറയുന്നത് എനിക്ക് സൗന്ദര്യവും ഇല്ല. രേണു തന്നെ പറയുന്നുണ്ട്, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, പിന്നെ കുറച്ച് ഗ്ലാമർ എങ്കിലും കാണിച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താം എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇപ്പൊ ഇടുന്നത്. രേണു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, സൗന്ദര്യം വേറെ ഗ്ലാമർ വേറെ. സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് വരേണ്ടതാണെന്ന്. ആണോ? നമ്മൾ അങ്ങനെയാണോ? ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയാം നല്ല സൗന്ദര്യമുണ്ട്, അയാളുടെ മനസ്സ് കണ്ടിട്ട് നമ്മൾ പറയുന്നത് അല്ല. ഗ്ലാമർ പിന്നെ ആർക്ക് വേണമെങ്കിലും കാണിക്കാം. കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലാമർ ആയിരിക്കും എന്നാണ് രേണുവിന്റെ വിചാരം. അതുകൊണ്ടാണ് രേണു ഗ്ലാമർ കാണിക്കാനായിട്ട് കുട്ടി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. എപ്പോഴും വളരെ സിൻസിയർ. കാരണം ആദ്യമായിട്ട് രേണുവിനെ ഷോർട്ട് ഫിലിമിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ്. 2024 മോഹൻ എന്ന ഷോർട്ട് ഫിലിമിൽ കൊണ്ടാണ് രേണു ആദ്യമായിട്ട് വരുന്നത്. ഇതുവരെ ഞാൻ ഒരു മീഡിയത്തിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ആദ്യമായിട്ട് പറയുന്നത്. ഇതാണ് രേണുവിന്റെ പുതിയ സംവിധായകൻ. പുള്ളിക്കാരന്റെ ഒരു ഇൻസ്റ്റഗ്രാം ID ഞാനൊന്ന് നോക്കി. എന്റെ ദൈവമേ, രേണുവിന് എന്തായാലും ചേരുന്ന സംവിധായകൻ തന്നെ. എന്റെ ദൈവമേ, ഇങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാം ID രേണുവിന്റെ കുറേ ഫോട്ടോകൾ, ഇതിനകത്ത് രേണു ഇട്ടിട്ടുള്ള കുറേ ഇങ്ങനെ റീൽസ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അടിപൊളി നല്ല അവിടെ ഇവിടെയൊന്നും എത്താത്ത തരത്തിലുള്ള തുണി കൊടുത്ത ആൾക്കാരുടെ ഫോട്ടോസൊക്കെയാണ് ഇട്ടേക്കുന്നത് പുള്ളിക്കാരന്റെ ഇൻസ്റ്റ ID. അപ്പോഴേ മനസ്സിലാക്കാം പുള്ളിക്കാരൻ എങ്ങനെ ഉള്ളയാണെന്ന്.
കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ രേണുവിനെ ദേവി എന്ന് പറഞ്ഞിട്ട്, ദേവി എനിക്ക് കാലയച്ചു തരുമോ, എനിക്ക് പൂജിക്കാനാണ്, പിന്നെ എൻ്റെ പൂജാമുറിയിൽ വെക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. ആ ഒരു പിന്നെ ഒരു കമന്റ് കണ്ടതിന് ശേഷം എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. ദേവി കാമദേവി ഭക്തി, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീൽസ് ഇട്ടേക്കുന്നത്. ഞാൻ നോക്കുമായിരുന്നു എൻ്റെ കൈക്കാണോ രേണുവിൻ്റെ കൈക്കാണോ ഭംഗി കൂടുതലെന്ന്. നമ്മളെ കൈക്ക് ഭംഗിയൊന്നുമില്ല, രേണുവിൻ്റെ കൈക്ക് ഭയങ്കര ഭംഗിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്നും ഇരിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ നല്ല പണിയുണ്ട്. ഇത്രയും ഹോക്കോളത്തി വെച്ച് ഇങ്ങനെ അലകല കളറിലുള്ള നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ, നമുക്ക് അടുക്കളയിലൊക്കെ പണിയൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വലത് കൈയൊക്കെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാൻ നോക്കുമായിരുന്നു ആരുടെ കൈക്കാ ഭംഗിയെന്ന്. സുധിച്ചേട്ടാ, എന്റെ സുധിച്ചേട്ടാ, ഇനി എന്റെ ഏക ആശ്രയം ഈ ചേട്ടന്റെ പ്രിയപ്പെട്ട ഷർട്ടാണ്. സ്പ്രൈ ഇപ്പൊ ഭയങ്കര നാറ്റമാണ്, തുറക്കാൻ പോലും കഴിയുന്നില്ല. പോരാത്തതിന് ഇപ്പൊ തെറിവിളിയാണ് സുധിച്ചേട്ടാ. സ്പ്രൈ ഇപ്പൊ ഭയങ്കര നാറ്റമാണ്, തുറക്കാൻ പോലും കഴിയുന്നില്ല. പോരാത്തതിന് ഇപ്പൊ തെറിവിളിയാണ് സുധിച്ചേട്ടാ. ഇത്രയും വിറ്റ് ജീവിച്ചില്ലേ എന്നാണ് എന്റെ വീഡിയോ കമന്റ് ബോക്സിൽ വരുന്നത്. പിന്നെ കൂടുതൽ ആൽബം വരുന്നത് കെട്ടിപ്പിടിക്കാനാ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ജീവിക്കണ്ടേ, മക്കളെ നോക്കണ്ടേ, സബ്സ്ക്രിപ്ഷൻ പൈസ തികയുന്നില്ല, വീട്ടുകാരെ നോക്കണം. നമ്മളൊക്കെ ട്രോളുന്നത് പോരാഞ്ഞിട്ട് ദേ ഇപ്പൊ ഏയും രേണുവിനെ ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതാരാണോ എന്തോ ഈ വീഡിയോ ഉണ്ടാക്കിയത്. എന്തായാലും കോമഡി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി വീഡിയോ ആയിട്ടുണ്ട്. സത്യമാണ് എന്തായാലും പറഞ്ഞത്. നമ്മളിപ്പോ പ്രോംപ്റ്റ് കൊടുക്കുന്ന അനുസരിച്ചിട്ടല്ലേ നമുക്ക് വീഡിയോ ഉണ്ടാക്കി തരുന്നത്. കൊടുത്ത പ്രോംപ്റ്റ് ഏതായാലും നല്ല അടിപൊളി പ്രോംപ്റ്റ്, സത്യമായ പ്രോംപ്റ്റ്. ഇതല്ലേ രേണുവിന്റെ മനസ്സിൽ, ഇതല്ലേ രേണു കാണിക്കുന്നത്. സൂപ്പർ. എങ്ങനെയുണ്ട് ഇത്? വീഡിയോ കൊള്ളാം അല്ലേ? സൂപ്പർ അല്ലേ? നമ്മൾ ട്രോളുന്നത് പോരാഞ്ഞിട്ട് ഏയും ഇപ്പൊ ട്രോളാൻ തുടങ്ങി. ദൈവമേ, എല്ലാവർക്കും അറിയാലോ രേണു സുധി ഇങ്ങനെയാണെന്ന്. എന്താ പറയുക, ഏത് പടക്കമാണോ ഏറ്റവും ഇഷ്ടം? ഗുണ്ടാണ്. പിന്നെ ഇഷ്ടം പൂത്തിരി ഇഷ്ടമാണ്. കമ്പിത്തിരിയില്ല, പൂത്തിരി കമ്പിത്തിരി. പിന്നെ ഇങ്ങനെ വാണം, അത് ഇഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. മത്താപ്പ് പിന്നെ ഇങ്ങനെ കറങ്ങത്തില്ല, അട്ടയോ ചക്രവോ എന്തോ പറയുന്നത്, കടച്ചക്രം, കറച്ചക്രം ഇഷ്ടമല്ല. അട്ടയെന്നാ പറയുന്നത്, അട്ട പോലെ ഇങ്ങനെ. പക്ഷെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന വേണം, അതല്ല നല്ലത്. മുകളിൽ പോയിട്ട് മറ്റേ റോക്കറ്റ് പോലത്തെ സാധനം, അത് ഇങ്ങനെ പോയിട്ട് പോകുന്ന അതിട്ട് വരില്ല, അത് ഇഷ്ടമാണ്. എല്ലാ പടക്കങ്ങളും എനിക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, പടക്കങ്ങൾ എന്നും എന്റെ വീട്ടിൽ. പടക്കമാണോ വീക്ക്നെസ്, വെടിയാണോ വീക്ക്നെസ്? ചോദിച്ചവരും കൊള്ളാം, മറുപടി പറയുന്നവരും കൊള്ളാം. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പടക്കം, വെടി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ എന്താ ഡബിൾ മീനിങ്ങിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ രേണുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇതിനോട് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ കോൺട്രവേഴ്സി വരത്തില്ലല്ലോ. ഈ ഒരു കാര്യത്തോട് പ്രതികരിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ ചെയ്ത് പറഞ്ഞാലല്ലേ അവിടെ കോൺട്രവേഴ്സി വരത്തുള്ളൂ. എന്നാലല്ലേ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് രേണുവിനെതിരായിട്ട് ആൾക്കാരെടുത്തിട്ട് ട്രോളത്തുള്ളൂ, നമ്മളെ കണക്കുള്ള റിയാക്ഷൻകാരൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് കൊണ്ടിട്ട് കൊടുത്തതാണ്. കൊള്ളാം അല്ലേ? എന്തായത് രേണു അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതോ രേണുവിന് എനിക്കിഷ്ടമാണെന്ന്? ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും പുറകിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വീണ്ടും രേണു ഓരോന്ന് ഇങ്ങനെ കൊണ്ടിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു പടക്കത്തിന്റെ വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ വൈറലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രേണു ഇങ്ങനെ ഓരോന്നിട്ടിട്ട് എന്നെ നിങ്ങൾ ട്രോളൂ, റിയാക്ഷൻ വീഡിയോക്കാരെ നിങ്ങൾ എന്നെ ട്രോളൂ, നിങ്ങൾ ഇതെടുത്തിട്ടിട്ട് എന്നെ റിയാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കൊണ്ടിട്ട് കൊടുക്കുവാണ്. ഏതോ റാൻഡായിരുന്നു. ഞങ്ങളൊരു ഡയലോഗ് പറഞ്ഞു. ഞാനവിടെ പറഞ്ഞിട്ടേ എന്താ മാജിക് മൊമെന്റാന്ന് പറഞ്ഞിട്ട് രേണു തന്നെ പറയുന്നുണ്ട് മാജിക് മൊമെന്റാന്ന്. അതും ഡയലോഗിലുള്ളതായിരിക്കും. എന്നിട്ടിപ്പോൾ അയാളോട് ഓൺലൈൻ മീഡിയക്കാരനോട് പറയുന്നുണ്ടായത് അമ്പലമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടായ കൊള്ളാം. അമ്പലത്തിൽ എന്താണ് സംസാരിക്കേണ്ടത്, മീഡിയക്കാരുടെ മുന്നിൽ എന്താണ് സംസാരിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ രേണുവിന് ഒരു പ്രശ്നവും വരത്തില്ല. അങ്ങനെ ഒരു തോന്നൽ ഇല്ലാതെ വായി വരുന്നത് എവിടെയായാലും എപ്പോഴായാലും വിളിച്ചു പറയുന്നത് കൊണ്ടാണ് രേണുവിന് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. വായിന്ന് വീഴുന്നതും ഒരേ കണക്കുള്ളത്, ഇടുന്ന ഡ്രസ്സിങ് ഒരേ കണക്കുള്ളത്, അവിടെ ഇവിടെയും കാണിച്ച് അടി ഇടുന്നതെല്ലാം വെളിയിൽ കാണിച്ച് അവിടെ ഇവിടെ എത്താത്ത ഓരോ ഡ്രസ്സും വലിച്ചിട്ട് എന്താ പറയുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറയുന്നതെന്ന് ഒരു വെളിവുമില്ല. എന്ത് വേണമല്ലോ എവിടെ വെച്ച് വേണമല്ലോ വിളിച്ചങ്ങ് പറഞ്ഞോളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഇട്ട് ട്രോളുന്നത്.
ഈ വീഡിയോയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. രേണു സുധി സ്വന്തമായിട്ട് ഇങ്ങനെ സെൽഫി മോഡിൽ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. രേണുവിന്റെ ഫേസ് ക്യാമറയിൽ വരുന്നതിനെക്കാട്ടും വേറെ ഭാഗങ്ങൾ ക്യാമറയിൽ വരത്തക്ക രീതിയിലാണ് മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, മൊബൈലിൽ പിടിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. രേണുവിന്റെ പകുതി ഫേസിന്റെ തലയുടെ ഇവിടെ വരെ വരുന്നുള്ളൂ, പക്ഷെ വേറെ ഭാഗങ്ങൾ നല്ലതുപോലെ വരുന്നുണ്ട്. അതിങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുമുണ്ട്. ഇങ്ങനെ കംഫർട്ടബിൾ അല്ല കേട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ. എന്റെ കാല് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. കൈ വെച്ച് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്ന കാര്യമില്ല. അവനിപ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ ഇങ്ങനെ കാല് പോകുന്നു. അവൻ ഇവിടെ വരെ വന്നാലേ കെട്ടിപ്പിടിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ രണ്ടും അങ്ങനെ ഇങ്ങനെ പോകും. കെട്ടിപ്പിടിക്കുന്നതിനും ഓരോ പൊസിഷനൊക്കെ ഉണ്ട്. കുറെ കാര്യങ്ങൾ രേണുവിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിന്ന് കെട്ടിപ്പിടിച്ചാൽ എൻ്റെ കാലം അങ്ങോട്ട് പോകും, ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ എൻ്റെ കാലം അങ്ങോട്ട് പോകും, ആരെ കെട്ടിപ്പിടിക്കണം, എങ്ങനെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ കഥ. പക്ഷേ ഈ ഡ്രസ്സ് ഇതിന് മാച്ച് അല്ല. ഈ ഒരു പാട്ടിനും ഈ ഒരു ആക്ഷനും ഒന്നും ഈ ഡ്രസ്സ് മാച്ച് അല്ല കേട്ടോ. കുറച്ചുകൂടെ ഇങ്ങനെ തള്ളിയൊക്കെ നിൽക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണമായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഇങ്ങനെ കാണുന്നില്ല ഷാളൊക്കെ ഇട്ടതുകൊണ്ട് അല്ലേ. കുറച്ച് ഷാളൊക്കെ ഇടാതെ കുറച്ച് നല്ല ഇങ്ങനെ ഇട്ടിട്ട് നല്ലവണ്ണം തള്ളി നിൽക്കണം, എന്നാലേ നല്ലതുപോലെ കാണാൻ പറ്റും. ഈ ഡ്രസ്സിലാണോ ഡാൻസ്? രേണുവിന് ഇഷ്ടപ്പെട്ടില്ല ഞെക്കി പിടിച്ചത്. ഞെക്കി കൊള്ളുന്നോടാ നീ എന്നെ, ഇപ്പൊ നീ എന്നെ കൊന്നേനല്ലോടാ ഞെക്കി. സോഷ്യൽ മീഡിയ ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ, ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയട്ടെ, എന്നെ പറ്റി പറയട്ടെ. എനിക്കൊന്നും വിഷയമല്ല ചേച്ചി. പക്ഷെ വീട്ടിലുള്ള അപ്പനെയും അമ്മയും സഹോദരിയും പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാനേജറേയും അവരുടെ ഫാമിലി, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും, അപ്പം അവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോഷ്യൽ മീഡിയയിൽ സഹോദരിയെയും മാനേജറെയും ബെസ്റ്റ് ഫ്രണ്ട്സിനെയും ആരും ഒന്നും പറയുന്നില്ല. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നാലേ അവരെ പറയുന്നുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ സംസാരിച്ചതിനകത്ത് അവരുടെ വീട്ടുകാരെയോ അവരെ ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ. പിന്നെ രേണു അതിൻ്റെ ഇടയിൽ കൂടെ കൂത്തി കയറ്റുവാണ്. എൻ്റെ വീട്ടുകാരെ പറയുന്നു, എൻ്റെ അച്ഛനെ പറയുന്നു, എൻ്റെ ഫ്രണ്ട്സിനെ പറയുന്നു, എൻ്റെ മാനേജറെ പറയുന്നു എന്നൊക്കെ. അവരെയൊക്കെ പറഞ്ഞത്, വീട്ടുകാരെയും അച്ഛനെയും ഒക്കെ പറഞ്ഞത് ആരാണ്? മോനെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന കിച്ചുവാണ് വന്ന് പറഞ്ഞത് അല്ലേ. അവര് നല്ലതുപോലെ അവരുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ മാറി, അവർ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. അല്ലാതെ ഈ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോക്കാരും അവരുടെ വീട്ടുകാരെയോ ആരെയും ആവശ്യമില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ സമയത്ത് രേണുവിന്റെ അച്ഛൻ ഇങ്ങനെ വീടൊക്കെ മാന്തി പൊളിക്കുകയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോന്ന് പറയും, വീടിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് അവരെ പറ്റി പറഞ്ഞത്. അല്ലാതെ അവരെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാനൊട്ട് പറയാറുമില്ല. ഞാൻ അവരുടെ വീട്ടുകാരെ ഒന്നും പറയാറില്ല. നല്ലടാ നല്ല ഭംഗിയുണ്ടല്ലേ, ബെറ്റിക്കോട്ട് കണക്കൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇതൊക്കെ കുറച്ച് ഇത് ഇങ്ങനെ നേരത്തെ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരത്തേക്കുള്ള വീഡിയോയിലൊന്നും രേണു ഈ രീതിയിലുള്ള ഡ്രസ്സ് ഇടത്തില്ലായിരുന്നു. ഇങ്ങനെ കഴുത്തൊക്കെ നല്ല മറഞ്ഞിരിക്കുന്ന കുറച്ച് സ്ലീവ്ലെസ് ഒന്നും അധികം ഒന്നും ഇടത്തില്ലായിരുന്നു. നല്ല കണക്കുള്ള ഡ്രസ്സൊക്കെ ഇടത്തുള്ളായിരുന്നു. ഇപ്പൊ എവിടെയൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഡ്രസ്സ് കുട്ടി ഡ്രസ്സ്. ഇപ്പൊ മുട്ടിന് താഴോട്ടുള്ള ഡ്രസ്സ് ഇടാറേ ഇല്ല. കാരണം കാലിന് ഒരുപാട് ഫാൻസ് അല്ലേ. അപ്പം രേണുവിന്റെ റീൽസ് കാണുന്നവർക്കും രേണുവിന്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാം രേണുവിന്റെ കാലാണ് കാണേണ്ടത്. അതുകൊണ്ട് രേണു മുട്ടിന് താഴോട്ടുള്ള ഡ്രസ്സ് ഇടാറേ ഇല്ല ഇപ്പം. അപ്പൊ ഇതൊക്കെയാണ് രേണുവിന്റെ പുതിയ പുതിയ വിശേഷങ്ങള്. ഞാനിപ്പോ രേണുവിന്റെ ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് നടക്കുന്ന ഇപ്പൊ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി ഞാനിപ്പോ എന്തായാലും പറയുന്നില്ല, കാരണം എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. പിന്നെ രേണു ഇപ്പൊ പുതിയ ഒരു ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് രേണു കാട്ടിക്കൂട്ടുന്ന കുറച്ച് കുൽസിതങ്ങളും കുറച്ച് ഒരു കാര്യമില്ലാത്ത കുറച്ച് വർത്തമാനങ്ങളും ഒക്കെയാണ് രേണു ഇങ്ങനെ നമുക്കായിട്ട് ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ
നമ്മൾ വീഡിയോ ഇടുമ്പോൾ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് നല്ല കമന്റുകളാണ് പറയുന്നത്, സത്യമായിട്ടുള്ള കമന്റുകൾ പറയാറുണ്ട്. അതല്ലാതെ പിന്നെ കുറച്ച് ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ എന്തിനാണ് ഇവരെ വീഡിയോ എടുക്കുന്നത്, അവരെ ജീവിക്കാൻ അങ്ങ് അനുവദിച്ചുകൂടെ, അവരെ എന്തിനാണ് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തിട്ട് അവരെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ ചെയ്യാറുണ്ട്. അവരോടായി പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, രേണു വീഡിയോ ഇടുമ്പോൾ രേണുവിന്റെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് അവരോട് കമന്റിൽ പറയൂ, രേണു ചേച്ചി ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി ആവുന്ന കാര്യങ്ങൾ പറയാതിരിക്കൂ, മാന്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കൂ, അല്ലാതെ കള്ളത്തരങ്ങൾ പറയാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് രേണുവിന്റെ വാടകയ്ക്കും ആദ്യം. രേണു നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയും രേണു ഇതിനൊക്കെയുള്ള കുലിസിത പരിപാടികളെല്ലാം നിർത്തിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും പിന്നെ രേണുവിന്റെ കാര്യങ്ങളൊന്നും പറയില്ല. രേണു ഇങ്ങനെ ഓരോരോ ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങളും എടുത്ത് നിങ്ങൾ കോൺട്രവേഴ്സി ആക്കൂ, നിങ്ങൾ റിയാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഞങ്ങൾക്ക് രേണുവിന്റെ കുറ്റം പറയാനോ അല്ലെങ്കിൽ രേണുവിന്റെ കുരിശിത വീഡിയോകളൊക്കെ എടുത്തിടാനായിട്ട് ഞങ്ങൾക്ക് ഒരു ഷോക്കും ഇല്ല. രേണു തരുന്നു, ഞങ്ങൾ ഇടുന്നു, അത്രയേ ഉള്ളൂ. രേണു നിർത്തിയാൽ ഞങ്ങൾ നിർത്തും, അത്രയേ ഉള്ളൂ. പിന്നെ രേണുവിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത് കാണാനായിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്. 10 പേരെടുക്കുവാണെങ്കിൽ അതിൽ 8 പേർക്കും രേണുവിന്റെ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോകൾ കാണാൻ ഇഷ്ടമാണ്. അതിൽ 2% ആളുകൾക്ക് മാത്രമേ രേണുവിനെ കുറ്റം പറയുന്നതും രേണുവിന്റെ കുലിസിത പരിപാടികൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നതും ഒന്നും ഇഷ്ടമല്ലാതുള്ളൂ. അപ്പോൾ രേണു ഇങ്ങനെ ഓരോന്ന് ഇട്ട് തരുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ ആക്കി ഇടുന്നു, കാണാനായിട്ട് ആൾക്കാരും ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. അപ്പൊ നമുക്ക് വേറെ വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.